പ്രിയപ്പെട്ട ശ്രീനിയെ കാണുവാനായി ആയിരങ്ങളാണ് കണ്ഠരാട് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരും സിനിമാ പ്രമുഖരും എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനുള്ള ഒരു ആഗ്രഹത്താലാണ്. ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ സിനിമാ പ്രമുഖരും രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണുക എന്നുള്ളൊരു ആഗ്രഹവുമായിട്ടാണ് എത്തിയത്. അത്രമേൽ ജനങ്ങളുടെ ഇടയിൽ പ്രിയങ്കരനായിരുന്നു ശ്രീനി എന്ന സിനിമ താരം. നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യനായ നടനാണ് ശ്രീനിവാസൻ. വ്യക്തിപരമായി നമ്മളോടൊക്കെ വളരെയേറെ സ്നേഹമുണ്ടായിരുന്ന ഒരാളാണ്. തീർച്ചയായും കേരളത്തിലൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇനി ഒരു ശ്രീനിവാസൻ എന്നുണ്ടാകും എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. മലയാളത്തിൽ മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത വ്യക്തിയാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ പല വാചകങ്ങളും ഒക്കെ നമ്മളെല്ലാവരും പ്രസംഗങ്ങളിലും സ്വാഭാവികമായ നമ്മുടെ വർത്തമാനത്തിനിടയിലുമൊക്കെ വരുന്ന ഒന്നാണ്. അതൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. എത്ര നാൾ കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ വാചകങ്ങളും വാക്കുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരു അതുല്യനായ നടൻ തന്നെയാണ്. മലയാളത്തിൽ ഏറ്റവും നന്നായ നിലയിൽ വിമർശനം, അത് മധുരത്തിൽ പൊതിഞ്ഞ വിമർശനമാണെങ്കിലും ശക്തമായ വിമർശനമാണെങ്കിലും എല്ലാം നമുക്ക് നൽകിയ ഒരു മഹാനടനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മധുരത്തിൽ പൊതിഞ്ഞ പല ആക്ഷേപങ്ങളും അദ്ദേഹം സിനിമയിൽ കൂടി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതായത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകളായിരുന്നു. നമുക്ക് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന പൊള്ളത്തരങ്ങളും മറ്റുമൊക്കെ തുറന്നു കാണിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ അദ്ദേഹം തുറന്ന് കാണിച്ചിരുന്നു. എന്തായാലും നമുക്ക് ഈ നാട്ടുകാരുടെ ഒരു പ്രതികരണം കൂടി എടുക്കാം. ചേട്ടാ, ശ്രീനിയേട്ടനെ എങ്ങനെയാണ് ഓർക്കുന്നത്? നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിന് ലാസ്റ്റ് നിമിഷത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കരിയോയിൽ കോരി ഒഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള പ്രവർത്തനം ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് തെറ്റായി. അതാണ് എന്റെ ഒരു അഭിപ്രായം. സിനിമയിൽ കൂടി നമ്മുടെ പൊള്ളത്തരങ്ങളെല്ലാം നല്ല രീതിയിൽ അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പൊള്ളത്തരങ്ങൾ തന്നെ സത്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെയാണ് ചേട്ടാ? നല്ലൊരു നടൻ, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടനായിട്ടുണ്ട്. ഞാൻ ആദ്യം കണ്ട സിനിമ പഞ്ചവടിപ്പാലാണ്. അതിൽ എനിക്ക് അന്ന് പോലെ ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു. ചേട്ടാ, എങ്ങനെയാണ് ശ്രീനിയേട്ടൻ? തീർച്ചയായിട്ടും ശ്രീനി സാറിന് വേറെ പകരം വെക്കാൻ ഒരാളില്ല എന്നാണ്. പിന്നെ തീർച്ചയായിട്ടും ഇനി അതേപോലെയുള്ളൊരു കലാസൃഷ്ടി ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. എന്തായാലും വലിയൊരു മനുഷ്യനും നല്ലൊരു സിനിമാ പ്രവർത്തകനും അതിലുപരി നാട്ടിലെല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ഒരാളായിരുന്നു. തീർച്ചയായിട്ടും കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നല്ലൊരു നടനും നല്ല ഹാസ്യത്തെ പുതിയതായിട്ട് ലോകത്ത് കാണിച്ച വ്യക്തി. നമ്മുടെ ഒരു 30-35 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു നടനായ അതിൽ ഒരു ഭയങ്കര ഒരു അഭിമാനം നമുക്കുണ്ട്. ഒരു സന്തോഷം പുള്ളിന്റെ ഹാസ്യം കാണുമ്പോൾ തന്നെ ഒരുണ്ട്. അതുപോലെ ഒരു അത് നമുക്ക് താങ്ങാനാവും. ഞാൻ തൊട്ടായാലൊക്കെ താമസിക്കും. കണ്ടിട്ടുണ്ട്, സംസാരിക്കാനുള്ള ഗ്യാപ്പ്. ചേട്ടാ, എങ്ങനെയാണ് ശ്രീനിയേട്ടനെ ഓർക്കുന്നത്? ഞങ്ങള് ഇവിടെ റെസിഡന്റ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പിന്നെ അതിന്റെ ഓണാഘോഷവും മറ്റു കാര്യങ്ങൾക്കൊക്കെ സാർ വരാറുണ്ട്. പൊതുവെ ഒരു പബ്ലിക് കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഈ പാടശേഖര സമിതിയായിട്ട് ബന്ധപ്പെട്ട് കൃഷിയും കാര്യങ്ങളും ഇവിടെ ഒരു കാർഷിക കർമ്മസേന എന്ന് പറഞ്ഞ ഉദയംപേര് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ ആക്ടിവിറ്റീസിനും ഉണ്ടാവും. സാറിന്റെ തന്നെയാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ കുറെ കൃഷി ഇടങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ വിവിധ തരം കൃഷികളാണ് അവിടെ. സൂര്യകാന്തി ഉണ്ട്, പിന്നെ ചെണ്ടുമല്ലി ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഓരോ സീസൺ അനുസരിച്ച്. വെരി ഗുഡ് മാൻ. നിങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിക്കാനും ഒക്കെ സമയം ഉണ്ടായിരുന്നതാണോ? ഉണ്ടോ? മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെ? ഏറ്റവും അവസാനം വന്നത് ഞങ്ങളുടെ ഉദയംപേരും മേഖല റെസിഡന്റ് അസോസിയേഷന്റെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പം അന്നേരം പുള്ളി ഒരു ഫിസിക്കലി വലിയ ഒരു ഹെൽത്ത് അല്ലായിരുന്നു.
അപ്പം അത് കാരണം കൊണ്ട് കൂടുതൽ ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. സിനിമയിലൂടെയൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഈ നാട്ടിൽ വന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന സിനിമ ഏതാണ്? അതൊക്കെ ഒരുപാടുണ്ട്. നല്ല സിനിമകളാ, മറക്കാൻ പറ്റാത്ത കുറേ സിനിമകളൊക്കെ ഇടുമല്ലോ. ഹാസ്യം, നല്ല നടനാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ആളാണ്. കുഴപ്പമില്ല, നല്ല ഒരു സുഹൃത്ത് ബന്ധം പോലെയുള്ള ആളാണ്. എല്ലാ കാര്യത്തിലും എല്ലാവരുടെ കൂടെ നാട്ടുകാരനെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. വിട്ടുപിരിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. എങ്ങനെയാണ് ഓർക്കുന്നത്? ഞങ്ങളത് വീടിന്റെ പണിക്കൊക്കെ തിരുവനന്തപുരം അടുത്ത് തന്നെ വീട്. വീട്ടില് പണിക്കൊക്കെ കെട്ടിട പണിക്ക് തേപ്പിനും എല്ലാത്തിനും കൂടിയാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലൊക്കെ നമ്മളോട്? സഹകരണം, നല്ല സഹകരണമായിരുന്നു. പിന്നെ ഇപ്പൊ വീടും അടുത്ത് തന്നെയാണ്, ഇതിന്റെ പാടത്തിന്റെ അറ്റാണ് വീട്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ടായിരുന്നു? ഇപ്പൊ കുറച്ചായിട്ട് വരാറില്ല, നേരത്തെ. ഒരുപാട് സങ്കടമുണ്ട് എനിക്ക്. പുള്ളിയുടെ എല്ലാ പടങ്ങളും ഞാൻ കാണുന്ന ഒരാളാണ്. ഭയങ്കര സങ്കടമായി എനിക്ക്. വടക്ക് നോക്കി യന്ത്രം, മറ്റേ സന്മാനസുള്ള സമാധാനം, അങ്ങനെ പഴയ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത്. ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സാഹിത്യത്തിൽ വിയക്കാൻ, കലകളിൽ കുഞ്ചൻ നമ്പ്യാർ, സിനിമയിൽ ശ്രീനിവാസൻ. നമുക്ക് കിട്ടിയ മഹാഭാഗ്യങ്ങളിൽ ഏറ്റവും വലുതാണിത്. നഷ്ടം തന്നെ, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന നഷ്ടം. നമുക്ക് മലയാളിയുടെ പൊങ്ങച്ചത്തെ ഇതുപോലെ തുറന്നു കാണിച്ച ഒരു കലാകാരൻ മലയാളത്തിലോ മാത്രമല്ല മറ്റു ഭാഷകളിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാസ്യം എല്ലായിടത്തും ഉണ്ട്. ശ്രീനിവാസന്റെ ഹാസ്യം മലയാളികളുടെ പൊങ്ങച്ചത്തെയാണ് തുറന്നു കാണിച്ചത്. അതിൽ ആർക്കും അദ്ദേഹത്തോട് വിരോധമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ, ചങ്ങും മനസ്സും തകർന്നു. അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാരും നെഞ്ചിടറിക്കൊണ്ടാണ്, കണ്ടമിടറിക്കൊണ്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. ചേച്ചി, ശ്രീനിവാസ ഏട്ടനെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ പണിക്ക് വന്നിട്ടുള്ളതുമാണ്. അതിന് നല്ല പെരുമാറ്റവും നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളോട്. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അയൽവാസി ആയിട്ട് വന്നത് കാരണം ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയത് കാരണം ഞങ്ങൾക്കൊരു ഭയങ്കര ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വീടിന്റെ തെക്ക് വശത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ചിത ഒരുങ്ങിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇപ്പോഴും നിലയ്ക്കാത്ത ജനപ്രവാഹം തന്നെയാണ്. കണ്ടനാട്ടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നാട്ടുകാരും വീട്ടുകാരും കുടുംബ സുഹൃത്തുക്കളും ബന്ധുക്കളും രാഷ്ട്രീയ പ്രമുഖരും സിനിമാ പ്രമുഖരും എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ആദരസൂചകമായി ഗാർഡ് ഓഫ് ഓണർ പോലീസ് നൽകുന്നുണ്ട്. അതിനുള്ള പോലീസ് സേനാംഗങ്ങളും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇപ്പോഴും നിലയ്ക്കാത്ത ജനപ്രവാഹം തന്നെയാണ് കണ്ടനാട്ടെ വീട്ടിലേക്ക് ഒഴുകി എത്തുന്നത്. കണ്ടനാട് നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.